ഈയിടത്താൻ എന്നും വിഷാദരാഗങ്ങളെ വായിക്കാറുള്ളൂ. വായിക്കുമ്പോൾ താൻ അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കാൻ തനിക്ക് കഴിയില്ല. ഒരു കണ്ണാടിക്കൂട്ടിൽ എന്നോണം തന്റെ മനസ്സെനിക്ക് കാണാം. പറയൂ, മുറിച്ചറിഞ്ഞ ബന്ധങ്ങൾ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടോ? എന്താണെന്നറിയില്ല. മനസ്സ് കാർമൂടിയ ആകാശം പോലെ. നമുക്ക് മുകളിൽ എന്തോ ദുരന്തങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ തോന്നുന്നു. നടുക്കടലിൽ ഒരു കളിവഞ്ചിയിൽ ഒറ്റപ്പെട്ടതുപോലെ. എവിടെയായാലും താൻ ഒറ്റയ്ക്കായിരിക്കില്ല. ജീവിതം ഉണ്ടെങ്കിൽ നാം ഒരുമിച്ചായിരിക്കും. മരണത്തിലും ഞാനുണ്ടാവും കൂടെ. വരൂ. ഇവിടെ ഇങ്ങനെ അടച്ചുമൂടിയിരുന്നിട്ടാ ഞാനാണെങ്കിൽ എഴുത്തിലും. ഉടനെ നമ്മളൊരു യാത്ര പോകുന്നു. ഹരിയെയും അമ്മുനെയും കൂടെ വിളിക്കാം. കാർമേഹമൊക്കെ അപ്പൊ താനേ ഒഴിയും. എങ്ങോട്ടാണ്? തീരുമാനിച്ചോളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് രാത്രി കുളിച്ച് സുന്ദരിയായിട്ട് റീഡിംഗ് റൂമിൽ വരണം. എന്തിനാണ്? വരൂ, അപ്പൊ പറയാം. ഇപ്പൊ പറയൂ. എ വെരി പ്ലസന്റ് സർപ്രൈസ്. എന്താ ധൃതിയായോ? ഇനിയും ക്ഷമിക്കാൻ വയ്യ. എന്താണ് പറയുന്നേ? വരൂ. എന്റെ സുതയ്ക്ക് എന്റെ മമത. ഈശ്വര, എഴുതി കഴിഞ്ഞു. ഇത് ഞാനാണോ വാങ്ങേണ്ടത്? നീ മാത്രമാണ്. മറ്റാർക്കും അതിനുള്ള അർഹതയില്ല. മമത, NS അനന്തപത്മനാഭൻ. ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എന്റെ ജീവന്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന് ഞാൻ ഭാഗ്യവതിയാണ്. അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അത്ര ദൂരെ ആയിക്കോട്ടല്ലേ? ഒരു 10-15 ദിവസം. എന്താ ആരും ഒരു സജഷനും പറയാത്തത്? എങ്ങോട്ടായാലും എനിക്ക് വിരോധമില്ല. ആർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ. അമ്മയോടെ അവളെ വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇയാളുടെ കാര്യം ഒന്ന് മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ. ആളെത്തി. ചൂടാവരുത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല. എന്റെ ഒരു ബന്ധു, ഒരു ചെറിയ അമ്മായിയുടെ മകൻ ഈ ഊട്ടിയിൽ ഇവിടെ തണുത്ത് വിറച്ച് താമസിക്കുന്നുണ്ട്. മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ. അവിടെ വരെ വരിക, എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക, എന്നിട്ട് അത് ആരെങ്കിലും NSനോട് വന്ന് പറയുക. പോരെ പൂരം. പിന്നെ പരിവായി വഴക്കായി. വേണ്ട, നേരെ ഇങ്ങോട്ട് പോന്നു. നോണ പറയരുത് ചന്ദനായരെ. നോണയല്ല NS, സത്യാണ്. നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്തൊരു കള്ളപ്പുഞ്ചിരി ഉണ്ടാവൂലോ. ദേ പിടിക്ക്, നോക്കിക്കോ. ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു ആരാടോ തനിക്കിവിടെ? ഊട്ടിയിൽ ഏത് ഭാഗത്താ?
എന്ത് പറഞ്ഞാലും പിടിക്കും എന്റെ ഈശ്വര. സത്യം പറ, താൻ എത്ര അധ്യായം എഴുതിയെന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ? എന്നെ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടണില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാ. എന്നാ ഇനി സമാധാനമായിട്ടിരുന്നു. എല്ലാ പത്രങ്ങൾക്കും പരസ്യവും കൊടുത്തു. NSന്റെ ഏറ്റവും നല്ല കൃതിയായിരിക്കും ഇത്. എത്രയായി? തീർന്നു. സോറി സോറി വരുന്നത് തെറ്റേ. ഞാൻ എന്തായാലും കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചിട്ട് പേരായി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കുപ്പി മേടിച്ചിട്ട് നമുക്ക് കാറ്റാണ്. ചങ്കി 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 ചങ്കി. ഒഴിവാക്കിയോ? എന്തിന്? പിന്നെന്താ ഈ അകൽച്ച? എന്നോട് പഴയതുപോലെ സംസാരിക്കാറില്ല, എന്റെ മുറിയിലേക്ക് വരാറില്ല. ഒരുമിച്ചുണ്ടാവുമ്പോ സാറിന്റെ നിഴൽ പോലെ വിടാൻ നിൽക്കുന്നു. അത് ഞാൻ അദ്ദേഹത്തിന്റെ നിഴലായതുകൊണ്ട് തന്നെ. മലയാള സാഹിത്യ ലോകത്ത് NSന്റെ ഒപ്പം നിൽക്കാൻ ഇവിടെ ആരുണ്ട്? ആരുമില്ല. ആരുമില്ല. പക്ഷെ എന്റെ മുകളിൽ നിൽക്കുന്നവരുടെ ധാരാളമുണ്ട്. എങ്ങനെ എങ്ങനെ? അല്ല, എന്നൊക്കെ കഴിവുള്ളവരുടെ ധാരാളം ഉണ്ടെന്ന് പറയായിരുന്നു. തോന്നല. ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല. അറിയാം. എങ്ങനെ? ഒരാനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളുടെ വലിപ്പം അറിഞ്ഞൂടെ? അറിയാൻ പറ്റും. അടുത്ത് നിൽക്കുന്ന ആനയ്ക്ക് ഈ ആനയുടെ വലിപ്പം അറിഞ്ഞൂടെ? അതാ പറഞ്ഞത്, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാം. എങ്ങനെ? മരുന്നെടുക്കോ? ഇല്ല, കുറച്ച്. ഞാൻ കഴിക്കില്ല. ഓ, പാട്ടുകാർ കഴിക്കാൻ പാടില്ല, കഴിച്ചാ പോയില്ലേ? എന്നാ കുട്ടനൊരു പാട്ട് പാടിക്കേ. വാതാപി ഗണപതി തകിൻ ചകഞ്ചേ. ഈ ചന്തുമാമനൊന്നറിയട്ടെ നിന്റെ കൊച്ചു മിടുക്ക്. പിന്നെ ഒരിക്കലാകട്ടെ, എനിക്ക് തൊണ്ടയ്ക്കെല്ലാം സുഖമില്ല. തൊണ്ടയ്ക്ക് സുഖമില്ലെങ്കിൽ എന്തപ്പ ചെയ്യല്ലേ? അല്ല, NS ഇത് പിടിച്ചിരിക്കാൻ തുടങ്ങിട്ട് നേരം കുറെ ആയല്ലോ. അടിക്ക്, ഞാൻ ഒഴിക്കാം. ഞാനിപ്പോ അങ്ങനെ അധികം കഴിക്കാറില്ല. ഒരു ലഹരി ഒന്നും. NS ഒരു ഭാഗ്യവാനാണ്. ലഹരി കഴിക്കാത്തതുണ്ടോ? എല്ലാം കൊണ്ടും ഒരു കൊച്ചു ഭാഗ്യവാനാണ്. NS പുസ്തകം എഴുതി കിട്ടിയുള്ള സന്തോഷം കൊണ്ട് പാടിപ്പോയതാ. വരുന്നത് വരട്ടെ, ഞാൻ കുടിക്കാൻ പോവാ. പിന്നെ ചിറ്റേ, ഹരി എന്തിനാണ് എന്റെ മുറിയിലേക്ക് വന്നത്? എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഹരി പോ. എന്നെ വെറുക്കരുത്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഹരിയോട് എനിക്ക് വെറുപ്പില്ല, സ്നേഹമേ ഉള്ളൂ. അമ്മനോടും അതെ. വെറുതെ ഭംഗി വാക്കാണത്. ലോകത്തെനിക്ക് സ്വന്തമെന്ന് ഞാൻ കരുതിയ കുറച്ചാളുകളേ ഉള്ളൂ. എന്റെ സാറ്, അമ്മു, പിന്നെന്റെ ചിറ്റ. പക്ഷെ ഇപ്പോ പറയൂ. നൃത്തവും സംഗീതവും ആത്മാവും ശരീരവുമാണെന്ന് ചിറ്റ പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിയാണത്. ചിറ്റ എന്നെ വെറുത്താൽ എനിക്കെന്റെ എല്ലാം നഷ്ടപ്പെടും. എന്റെ സംഗീതം, ആത്മാവ്, എല്ലാം. ഹരി പ്ലീസ് പൊയ്ക്കൊള്ളൂ. അദ്ദേഹം ഇപ്പൊ വരും. വരട്ടെ, ഞാൻ പോവില്ല. ചിറ്റ എന്നോട് സത്യം ചെയ്യണം.
എന്നെ ഒഴിവാക്കില്ലെന്ന്, എന്നെ ഉപേക്ഷിക്കില്ലെന്ന്. ഹരി, നില മറക്കുന്നു. ഇല്ല, ഞാൻ നിലമറക്കില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ആശ്വസിപ്പിക്കാം. നിഷേധിച്ച പഴയ തെരുവിലേക്ക് എന്നെ ഇറക്കിവിടാം. പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഒന്നിനും ഞാൻ ആളല്ല. വഴിമാറൂ. കരയല്ലേ കുട്ടി, അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഒക്കെ നിന്റെ തോന്നലാ. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഇപ്പോഴോ? ഒക്കെ നിന്റെ മണ്ടത്തരങ്ങളാ. ഒന്നുമില്ല, സമാധാനായിട്ട് പോ. അമ്മാമയല്ലേ പറയണേ. ചെല്. എന്നെ അവിശ്വസിക്കരുത്. ഏയ് ഇല്ല, തന്നെ ഞാൻ അവിശ്വസിച്ച അത് ഞാൻ എന്നെ അവിശ്വസിക്കുന്നതിന് തുല്യല്ലേ. പക്ഷേ സുധേ, എന്താ ഇതൊക്കെ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അധികം വൈകണ്ട, ഉടനെ അത് ചെയ്യണം. എന്താ തനിക്ക് തന്നെ ഭയമുണ്ടോ? ഞാൻ അടിപതറി പോകുന്നു? ഇല്ല, പക്ഷേ മറ്റ് എല്ലാവരും എനിക്ക് ഭയമാണ്. എന്നെയും? സത്യം പറഞ്ഞല്ലാതെ എനിക്ക് എനിക്ക് ഈ മനസ്സ് നഷ്ടമാവരുത്. തനിക്ക് മാത്രമായിട്ടൊരു നഷ്ടപ്പെടൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ? നേടുന്നത് നഷ്ടപ്പെടുന്നത് നാം ഒരുമിച്ചല്ലേ. കഥകളിലൊക്കെ ഞങ്ങൾ എഴുതാറുണ്ട്, ആത്മാവും ഒന്നായി തീർന്നു എന്നൊക്കെ. നമുക്കത് സങ്കല്പമല്ല, സത്യമാണ് അല്ലേ? അതെ. ഹരിയെ വെറുക്കരുത്. നമ്മളല്ല, പിന്നെ ആരാണ് അവനുള്ളത്? മനസ്സ് ഒരു വികൃതി കുട്ടിയാണ്. പൂവേത്, തീയേത്, മുള്ളേത് ഒന്നും അറിയാതെ കടന്നു പിടിക്കും.